ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാണ്ടിക്കാട് ഫസ്റ്റ് ഇല്ലേ, അപ്പോൾ അതിൽ ഇന്ന് നടക്കുന്നത് ഒരു മെഗാ ഫോക്ക് ഇവൻ്റാണ്. കതിർ കരുവാരക്കുണ്ടാണ് നമ്മുടെ ഫോക്ക് ഇവൻ്റ് ചെയ്യുന്നത്. അവരുടെ കൂടെ നമ്മുടെ പ്രധാന ആകർഷണം എന്ന് വെച്ചാൽ നമ്മുടെ നഞ്ചിയമ്മ, പിന്നെ അതുൽ നറുകര നമ്മുടെ പാലാപ്പള്ളി പാടിയ, പിന്നെ മണികണ്ഠൻ ചെക്കൻ എന്ന സിനിമയിലെ പാട്ട് പാടിയ, പിന്നെ ശരത്ത് മണ്ണാർക്കാട്, ഇവരെല്ലാവരും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് പ്രോഗ്രാം ഒന്ന് കണ്ടു നോക്കിയാലോ? പ്രിയമുള്ളവരെ, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പരിരക്ഷാ പദ്ധതിയുടെ ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന ABH പാണ്ടിക്കാട് മഹോത്സവത്തിന്റെ സുന്ദരമായ ഒരു സുദിനത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേരുന്നത്. ഒട്ടേറെ കലാകാരന്മാരും കലാകാരികളും ഈ വേദിയെ ധന്യമാക്കി കഴിഞ്ഞു. ഇതുവരെ നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറെ വ്യത്യസ്തമായ ഒരു കലാപരിപാടിയാണ് ഇന്ന് ഈ വേദിയിൽ അരങ്ങേറാൻ വേണ്ടി പോകുന്നത്. അന്യം നിന്നുപോയ നാടൻ പാട്ടുകളുടെ ഈണങ്ങളും നാട്ടുകോലങ്ങളുടെ താളവും നാട്ടുവാദ്യങ്ങളുടെ കൂടിച്ചേരലുമാണ് ഈ വേദിയെ ഇന്ന് ധന്യമാക്കുന്നത്. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി മറ്റു പഞ്ചായത്തുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാവുന്ന തരത്തിലേക്ക് ഏറെ ജനകീയമായ രീതിയിലാണ് ഈ മഹോത്സവം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മഹോത്സവത്തിന്റെ ആദരണീയരായ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട TK റാബിയത്ത്, ആദരണീയയായ പാണ്ടിക്കാടിന്റെ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ പ്രോഗ്രാം കൺവീനർ പ്രിയപ്പെട്ട PH ഷമീം, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയുടെ പ്രിയപ്പെട്ട വർക്കിംഗ് ചെയർമാൻ, എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ PR രോഹിൽനാഥ്, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഈ പരിപാടിയുടെ ട്രഷറർ പ്രിയപ്പെട്ട ശങ്കരേടൻ, കൊരമ്പേൽ ശങ്കരൻ, തുടങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ നേതൃത്വത്തിലുള്ള മുഴുവൻ ആളുകളും ഈ പരിപാടിയുടെ ഈ മഹോത്സവത്തിന്റെ മഹാവിജയത്തിനു വേണ്ടി ദിവസങ്ങളോളം ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് വളരെ സന്തോഷപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏതൊരു പരിപാടിയുടെ പിന്നിലുമുള്ള മഹത്തായ ലക്ഷ്യം തന്നെയാണ് പാണ്ടിക്കാട് മഹോത്സവത്തെയും വേറിട്ടതാക്കുന്നത്. പരിരക്ഷ. നാട്ടിലൊട്ടേറെ നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ ഒന്ന് പുറലോകം കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് വീൽ ചെയറിലും അതുപോലെ തന്നെ ബെഡിലുമായി സ്ഥിരമായി കിടപ്പിലായ ഒട്ടേറെ പ്രിയ സുഹൃത്തുക്കളുണ്ട്. അവരെ പുറം ലോകം കാണിക്കുന്നതിന്, അവരുടെ ചികിത്സയ്ക്ക് സാമ്പത്തിക സമാഹരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ പാണ്ടിക്കാട് മഹോത്സവം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ABH ആണ് ഈ പരിപാടി സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കരുവാരക്കുണ്ട് കതിർ നാടൻപാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഈ മെഗാ ഫോക്ക് ഇവന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നു മലബാർ ഫർണിച്ചർ പാണ്ടിക്കാടും ലിബർട്ടി റെസ്റ്റോറന്റ് പാണ്ടിക്കാടും. ഈ മാന്യ സുഹൃത്തുക്കൾക്ക്, ഈ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റിന് ഞങ്ങളുടെ കൃതജ്ഞതയും നന്ദിയും കടപ്പാടും ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ വേദിയിൽ നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ? അറിയില്ലേ? തീർച്ചയായും നിങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെയും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലും മലയാളത്തിന്റെ മനുഷ്യ തുടിപ്പുള്ള നാടൻ പാട്ടുകൾ കൊണ്ട് സജീവമാക്കിയ ആദരണീയരായ 4 പ്രമുഖ കലാകാരന്മാർ ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അട്ടപ്പാടിയുടെ ഹൃദയതാളം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ആരാണ്? ഒന്ന് ഉറക്കെ പറയൂ. പ്രിയപ്പെട്ട നഞ്ചിയമ്മ ഈ വേദിയുടെ പുറകിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പാലാപ്പള്ളി എന്ന് തുടങ്ങുന്ന ഒറ്റ പാട്ടുകൊണ്ട് ലോകം കീഴടക്കിയ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരൻ, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അതുൽ നറുകര ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു കാറ്റ് മൂളണ് എന്ന ചെക്കൻ എന്ന സിനിമയിലെ ഗാനത്തിലൂടെ ശ്രദ്ധേയനായ മണികണ്ഠൻ പെരുമ്പടപ്പ്, അതുപോലെ തന്നെ സൂപ്പർ ശരണ്യ എന്ന സിനിമയിലൂടെ ഒറ്റ ഗാനം കൊണ്ട് ശ്രദ്ധേയനായ പ്രിയപ്പെട്ട ശരത്ത് മണ്ണാർക്കാട് തുടങ്ങി ഒട്ടേറെ അനുഗ്രഹീതരായ കലാകാരന്മാർ നിങ്ങളോട് കൂടെ പാടുന്നു, ആടുന്നു, കൊട്ടുന്നു. കൂടെ കൂടാം. പാണ്ടിക്കാടിന്റെ ഈ പുരുഷാരം ഒരു നല്ല കയ്യടി, ഈ ആദരണീയരായ കലാകാരന്മാർക്ക് ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യാം. ആദ്യ പാട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇത് കുറെ പാട്ടുകാർ ഇവിടെ നിന്ന് പാടുകയും കുറെ കാണികൾ അവിടെ നിന്ന് കേൾക്കുകയും ചെയ്യുന്ന നല്ല നാടൻ പാട്ട്. നമ്മൾ ഒരുമിച്ച് പാടുന്നു.
ആടുന്നു, കൊട്ടുന്നു, താളം പിടിക്കുന്നു. ഒരിക്കൽ കൂടി കരുവാരക്കുണ്ട് കതിർ നാടൻപാട്ട് സംഘത്തിന്റെ മെഗാ ഫോക്ക് ഇവന്റിലേക്ക്, പാണ്ടിക്കാട് മഹോത്സവത്തിന്റെ സുന്ദര സുദിനമായ ഈ രാത്രിയിലേക്ക് ഈ പുരുഷാരത്തെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം, ആദരപൂർവ്വം, വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യ പാട്ടിലേക്ക്. ഇളകേ ഇളകിളകേ ഇളകൂനാകേ ഇളകേ ഇളകെന്നേ മണിശീലേ ഇളകേ ഇളകിളകേ ഇളകൂനാകേ നമ്മുടെ വടക്കൻ മലബാറിന്റെ തനത് അനുഷ്ഠാന കലാരൂപം ഏതാണ്? തെയ്യം. തെയ്യത്തിന്റെ പുറപ്പാടാണ്, തെയ്യത്തിന്റെ വരവാണ്. ആ പാട്ട്, ആ തെയ്യത്തിന്റെ ആട്ടം, അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വരിക നല്ല ദൈവമേ, വരിക ദൈവമേ, വരിക നല്ല ദൈവമേ, വരിക ദൈവമേ. പൊലിക പൊലികെ ഒന്നായി പൊലികെ, മണ്ണും മാനോ നന്നായി പൊലിക. 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 4 കോടി ദൈവങ്ങൾ പൊലിക, 42 ശരന്മാർ പൊലിക. പൊലിക പൊലികെ ഒന്നായി പൊലികെ, മണ്ണും മാനോ നന്നായി പൊലിക. 4 കോടി ദൈവങ്ങൾ പൊലിക, 42 ശരന്മാർ പൊലിക. പൊലിക പൊലികെ ഒന്നായി പൊലികെ, മണ്ണും മാനോ നന്നായി പൊലിക. അപ്പൻ പൊലിക, വെറ്റമ്മ പൊലിക, കൂടയൻ
ഒന്ന് ഉറക്കപ്പാട്. ഓ അത്രയ്ക്കും മലയാളിയുടെ മനസ്സിൽ വേരൂന്നി ഇറങ്ങിയ ചില എഴുത്തുപാട്ടുകളുണ്ട്. ഈ എഴുത്തുപാട്ട് പറയുമ്പോൾ നമ്മുടെ ജില്ലക്കാരനായിട്ടുള്ള പ്രിയപ്പെട്ട ജിതേഷ് കക്കടിപ്പുറത്തെ ഓർക്കാതെ നമുക്ക് പോകാൻ കഴിയില്ല. അദ്ദേഹം എഴുതി പാടി പ്രസിദ്ധമാക്കിയ കൈതോലപ്പായ തിരിച്ച് എന്ന പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. കൂടെ പാടില്ലേ? കൂടെ പാടില്ലേ ചേച്ചിമാരെ ചേട്ടന്മാരെ? കൂടെ പാടില്ലേ? ആ ഏ ഓ ആ ഏ ഓ അനുഷ്ഠാന കലാരൂപമായ തെയ്യവും കണ്ട് നമ്മളേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കലക്കാത്ത സന്തതമേത വെതുവേഗ പുത്രക്ക പൂപ്പറിക്ക പോകിലാമ പാടുന്നേ വിമേനാത്തപ്പത്തില്ലമ്മോ. വിളിക്കാം ആ അതുല്യ പ്രതിഭയെ അയ്യപ്പനും കോശി എന്ന ചിത്രത്തിലൂടെ ദേശീയ തലത്തിൽ തന്നെ അംഗീകാരം നേടിക്കൊടുത്ത കലക്കാത്ത സന്തനവേദ എന്ന പാട്ട് പാടിക്കൊണ്ട് അട്ടപ്പാടിയുടെ കാടിന്റെ സംഗീതം മലയാളിക്ക് വളരെ സുപരിതമാക്കിയ നഞ്ചിയമ്മ ഒരുപാട് വേദികളിൽ നിന്നും വേദികളിലേക്ക് നാടൻ പാട്ടിന്റെ ഈണങ്ങൾ മുത്തമിട്ട് പറന്നുപോയ നെഞ്ചിയമ്മ ഒട്ടേറെ ഷോർട്ട് മൂവികളിൽ അഭിനയിച്ചു. ഇപ്പോൾ ഇതാ സിനിമയും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. നിഷ്കളങ്കമായ ചിരിയും വർത്തമാനവുമായി നാടൻ പാട്ടിന്റെ അമ്മ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ നഞ്ചിയമ്മ ഇതാ ഈ വേദിയിൽ. നിറഞ്ഞൊരു കൈയുടെ എല്ലാവർക്കും നമസ്കാരമാണ്. ഇന്ന് നമ്മൾ പാണ്ടിശ്ശേരിനെ വന്ന് ഈ മേടനെ നമ്മളെ വിളിച്ച് കയറ്റിയ സാറുമാർക്കും ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്കും എല്ലാവർക്കും പരിപാടിക്കാർക്കും എല്ലാ നമ്മുടെ മെമ്പറും പ്രസിഡന്റും എല്ലാത്തിനും ഇതിനെ പങ്കെടുക്കുന്ന സാറുമാർക്കും മേഡമാർക്കും സിരികൾക്കും വലിയവർക്കും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും കൂടിയിട്ട് ഇന്ന് ഈ പാണ്ടിശ്ശേരിനെ ഒരു കാലഘട്ടത്തിന് ഇങ്ങനത്തെ ജനങ്ങളെ കണ്ടെത്തിയിട്ടില്ല. ഇന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്ര മക്കളുടെ മുമ്പിനെ എനിക്ക് ഇരിക്കാനോ പാടാനോ ചിരിക്കാനോ ഒരു സന്ദേശം കിട്ടിയത്. എല്ലാ മക്കൾ കാലകാലത്തിന് ഇങ്ങനെ നിറഞ്ഞു നിന്നു അവർ നല്ല സന്തോഷമായിട്ട് പരിപാടി കൊല്ലായിട്ട് പരിപാടി എടുത്ത് നടത്തിയ നമ്മുടെ രാജ്യം നല്ല ഒരു തെളിയിച്ച് കിട്ടും. എല്ലാ മക്കൾക്കും എല്ലാ സാറുമാർക്കും നന്ദി നമസ്കാരമാണ്. ഞാൻ ഒന്നും പറയില്ല, നമ്മൾ പാട്ടിനെ പോകാം. ശരിയാണോ? പാടട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കളക്കത്ത സന്തനമരാണ്. ലോകമൊത്ത മക്കളുടെ മനസ്സുകളും പതന്ന് കിടക്കുന്ന ഒരു പാട്ടാണ്. ഞാൻ 2 വരി പാടി തന്നിട്ട് ഞാൻ ഇറങ്ങാം. അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷമായിട്ട് ഞാൻ മന നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ്
ഇന്ന് എൻ്റെ മന കുളിഞ്ഞു നിങ്ങൾ പാടി തന്നിട്ട് ഇറങ്ങുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷമാകട്ടെ. പാടട്ടെ. കളക്കാത്ത സന്തനമേറവകുവകുതുർഗോ പൂപ്പരിക്ക പോകിന മോബിമേനാത്തെ പക്കിനമോ തോട്ടത്തിലെ തിന്നാതിന്തിന ഒല്ലേ സോള പട്ടായിലെ തിന്നാതിന്തിന അപ്പോൾ പാണ്ടിക്കാട്ടേക്ക് ക്ഷണം സ്വീകരിച്ചെത്തിയ നഞ്ചിയമ്മേനെ നമ്മുടെ പാണ്ടിക്കാടിൻ്റെ വ്യാപാരി ഏകോപന സമിതി പൊന്നാട അണിയിച്ച് ആദരിച്ചിരുന്നു കേട്ടോ. പിന്നെ മറ്റ് പഞ്ചായത്ത് അംഗങ്ങളൊക്കെ പങ്കെടുത്തു. അട്ടപ്പാടിയിൽ നിന്ന് വന്നതല്ലേ, അപ്പോൾ അവർക്ക് വേഗം പോകണമായിരുന്നു. ഒരു സോങ് കൂടെ പാടിയിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പഞ്ചായത്തും വ്യാപാരി ഏകോപന സമിതിയും കൂടെ അവരെ പൊന്നാട അണിയിക്കനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. പോരട്ടെ ഇപ്പൊ തുടങ്ങാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആടാട് എന്ന പാട്ടാണ്. നമ്മളെല്ലാരും കൂടെ പാടണം. കൂടെ പാടുവോ? കരിയൊത്തൊരു മെയ്യഴക് കരിനീലമിഴിയഴക് കരിയൊത്തൊരു മെയ്യഴക് നീലമിഴിയഴക് നല്ല മാർപിഴിച്ചേലിനാലേ കണ്ണാരം ചാർത്തനട്ടാ അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവുതളിയനട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ കരിയൊത്തൊരു മെയ്യഴക് കരിനീലമിഴിയഴക് കരിയൊത്തൊരു മെയ്യഴക് നീലമിഴിയഴക് നഗം പിടിച്ചേരിനാലേ കണ്ണാരം ചാത്തനട്ടാ അമ്മ ചന്തത്തിൻ ചേരിനാലേ കാവുതളിയനട്ടാ സാലു സാലു വെച്ച മര സർക്കാരു വെച്ച മര ഓങ്കി വളർന്ന മര തങ്കോരത്തിനമേ എനിക്കെടുത്ത തൂക്കുമര പൊന്നോരത്തിനമേ
നമ്മൾ ഈ ഇടനെ ഒരു പടത്തിനെ ഒരു പാട്ടാണ്. അത് നമ്മളുടെ ആദിവാസി എറലാറും മുടുകറും ചേർന്നിട്ടാണ് ആ പടം ഇറക്കിയ പട. ആ പടത്തിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി പാട്ട് പാടി തന്നിട്ട് പോവാ. ആ പടം ഇറങ്ങി കുറേ ജനങ്ങളൊക്കെ കണ്ടു. ആട്ടപ്പാടിനെ തന്നെ 30 ദിവസം ഒരു കൊട്ടാക്കിനെ ഓടിനതാണ്. അപ്പൊ അതിനെ ഞാൻ പാടുന്ന പാട്ടിനെ നിങ്ങൾക്ക് അതിനെ അർത്ഥമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായാതെ പോയാൽ അതിനെ അർത്ഥമുണ്ട്. ഞാൻ പാടുന്ന പാട്ടിനെ അതിനെ നിങ്ങൾ നല്ല സിറുത്ത് കേട്ട് ആ പാട്ടിനെ നിങ്ങൾ മനസ്സിൽ വെച്ചോ. ഞാൻ ഒരു പാട്ട് പാടി തന്നിട്ട് ഇറങ്ങാം. സൊല്ലു 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 സൊല്ലൂരാരേ, സൊല്ലു 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 സൊല്ലൂരാരേ. തായിക്ക് സ്വന്തമാ ഇല്ല തന്തയ്ക്ക് സ്വന്തമാ. സൊല്ലു 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 സൊല്ലൂരാരേ, സൊല്ലു 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 സൊല്ലൂരാരേ. വനക്ക് സ്വന്തമാ ഇല്ല ഭൂമിക്ക് സ്വന്തമാ. സൊല്ലു 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 സൊല്ലൂരാരേ, സൊല്ലു 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 സൊല്ലൂരാരേ. ഊരുക്ക് സ്വന്തമാ ഇല്ല നാടുക്ക് സ്വന്തമാ. സൊല്ലു 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 സൊല്ലൂരാരേ, സൊല്ലു 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 സൊല്ലൂരാരേ. നമ്മൾ ജനിച്ചു വരുന്നത് മോളിനിരുന്ന് താഴെയാണ്, പോകുന്നത് താഴെയാണ്. നമ്മൾ ഊരുക്കും നാടുക്കും എല്ലാത്തിനും സ്വന്തപ്പെട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അതിനെ അർത്ഥമുണ്ട്. അപ്പൊ അതുക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ കാണട്ടെ എന്ന് ഞാൻ പാട്ട് പാടി തന്നത്. നഞ്ചമ്മ ചേച്ചി പാട്ട് പാടിത്തെ എന്താ ഒന്നും അത് അറിയാതെ പോയിന്ന് നിങ്ങൾ പറയും. ഇതിന് അർത്ഥമുണ്ടുമാ, എല്ലാ മക്കളും അതിനെ കണ്ടെത്തണോ. റയാനിക്ക പോയി റൈമണ്ടേ കടത്തിലേറാരോ രമഘടേറാരോരാ. എനിക്കാക മക വരണ്ട വള്ളിക്കടമേ സന്ദേരി റാരോ രമഘടേറാരോരാ. കടുവ എന്ന സിനിമയിലൂടെ ഒറ്റപ്പാട്ട് കൊണ്ട് ലോകം കീഴടക്കിയ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരൻ, പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരൻ അതുൽ നറുകര വേദിയിലേക്ക് വരുന്നു. പ്രിയപ്പെട്ട അതുലിനെ സ്വാഗതം ചെയ്യാം ഒരു നിറഞ്ഞ കൈയോടുകൂടി. ഇതുപോലെ മഞ്ചേരിക്കാരൻ, പ്രിയപ്പെട്ട മഞ്ചേരിക്കാരൻ നമ്മുടെ തൊട്ടടുത്ത സുഹൃത്താണ്. നല്ല കയ്യടി. അതുല് എനിക്ക് തോന്നുന്നു നറുകരയിൽ കഴിഞ്ഞ ആഴ്ചയാണ് പ്രോഗ്രാം അവതരിപ്പിച്ചത്, അതുലിന്റെ ജന്മനാട്ടിൽ. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം ദുബായിൽ പോയി, കുവൈറ്റിൽ പോയി, ഖത്തറിൽ പോയി. നാളെ അദ്ദേഹം ഈ പ്രോഗ്രാം കഴിഞ്ഞ് നേരെ പോകുന്നത് പാരീസിലേക്കാണ്. നോക്കണം,
മലപ്പുറത്തിന്റെ ഒരു മഹാനായ കലാകാരൻ ലോകം കീഴടക്കിയിരിക്കുന്നു. അദ്ദേഹം ഇതാ നമ്മോടൊപ്പം പാടാൻ വരുന്നു. ഒരു നിറഞ്ഞ കയ്യടിയോടുകൂടി ഒരിക്കൽ കൂടി അതിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിന്റെ വേദിയിലേക്ക് പാണ്ടിക്കാട് പഞ്ചായത്ത് മഹോത്സവത്തിന്റെ വേദിയിലേക്ക് പ്രിയപ്പെട്ട അതുൽ. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു കയ്യടി തരുമോ? കയ്യടിക്കുന്നുണ്ട്. ചിലവരുടെ കൈ താത്തൊക്കെ കുറച്ച് ആൾക്കാർ ബാക്കിലുണ്ടല്ലോ കയ്യടിക്കാൻ കരുതിട്ട്. എല്ലാവരും നല്ലൊരു കയ്യടിയാവാം. എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. ഇത്തരത്തില് പാണ്ടിക്കാട് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് വേദിയിൽ നിൽക്കാനും സംസാരിക്കാനും കിട്ടിയ അവസരം അത്ര കണ്ട് ഭംഗിയായിട്ട് ഏറ്റെടുക്കട്ടെ. പരസ്പരം കൂടിയിരിക്കാനൊന്നും കഴിയാൻ പറ്റാത്ത ഒരു കോവിഡ് കാലത്തിന് ശേഷം എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഫെസ്റ്റ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏകദേശം 23ഓളം ഫെസ്റ്റുകളിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഈ ഒരു 1-2 മാസത്തിനിടയിൽ എല്ലാ വേദികളിലും പങ്കെടുത്തപ്പോൾ ഇതുപോലെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത്ര കണ്ട് മനുഷ്യരാണ് എല്ലാ വേദികളിലും കൂടിയിരിക്കുന്നത്. 8 കോടി മനുഷ്യരാണ് നമ്മുടെ പാട്ട് കേട്ടത്. 8 കോടി ചില്ലറയില്ല. കയ്യടിക്കാതിനൊക്കെ നല്ലൊരു കയ്യടി പോകട്ടെ. എന്തായാലും 8 കോടി പേരാണ് നമ്മുടെ പാട്ട് കേട്ടത്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര് കേട്ട പാട്ടുകളിലൊന്നായി പാലാപ്പള്ളി എന്നുള്ള പാട്ടിനെ തെരഞ്ഞെടുത്തതിന് ഒരുപാട് സന്തോഷം. ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കാനുള്ളത്, UAE ഗവൺമെന്റ് 2022 100 പാട്ടുകളെ തെരഞ്ഞെടുത്തു. ആ 100 പാട്ടുകളിൽ ഏകദേശം ലോകത്തെമ്പാടുമുള്ള പാട്ടുകളെയാണ് തെരഞ്ഞെടുത്തത്. ഈ 2022 UAE ഗവൺമെന്റ് 100 പാട്ടുകളെ തെരഞ്ഞെടുത്തതിൽ അതിൽ 1ാം സ്ഥാനം നമ്മുടെ പാലാപ്പള്ളിക്കാണ് എന്നുള്ള സന്തോഷ വാർത്ത പങ്കുവെക്കട്ടെ. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. കൈയടിച്ചു കൂടെ നിൽക്കാൻ കുറെ മനുഷ്യരുണ്ടായത് കൊണ്ട് മാത്രമാണ് വേദിയിൽ നിൽക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. പാടുകളെ റെഡിയാണല്ലോ? നല്ലൊരു കയ്യടിയോ? ഉഷാറായിട്ട്. ചിലവരൊന്നും കയ്യടി, എല്ലാവരും 2 കൈ ഉയർത്തിപ്പിടിച്ച് കൈയടിച്ച് എല്ലാവരും. ആൾ ഓഫ് യു പ്ലീസ്. ഇതാണ് വേണ്ടത്. ഈ കയ്യടി കേട്ടോ ഏറ്റവും വലിയൊരു ഊർജ്ജം. കുറെ കൂട്ടുകാർ പാട്ട് പാടാൻ വേണ്ടി കയറി നിൽക്കുന്നുണ്ട്. കുറെ കുട്ടികളുണ്ട്. എല്ലാ വേദികളും നമ്മൾ പറയുന്നതാണ്, കയ്യടിക്കുമ്പോൾ ചില പാട്ടുകളും നിങ്ങൾ കയ്യടിക്കാണ്ടാവില്ല. മുന്നിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. ഇനിയിപ്പോ ഇതിന് കയ്യടിക്കണ്ടെന്ന് ചിലവർക്കൊക്കെ തോന്നും. പക്ഷെ പറയട്ടെ, ആ ഒരു കയ്യടിയുടെ ശബ്ദത്തിലും ഊർജ്ജത്തിലൊക്കെയാണ് പലപ്പോഴും പല വേദികളിലും പലരും പാട്ട് പാടുന്നത്. പല കുട്ടികളും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഓരോ പ്രദേശത്തിന്റെയും അത്ര കണ്ട് ഭംഗിയായിട്ടുള്ള കയ്യടികളാണ്. നിറഞ്ഞു കൊടുക്കുക ഉഷാറായിട്ട്. നല്ലൊരു കയ്യടിയാവാം. പാലാപ്പള്ളി പാടുകല്ലേ? കളിക്കാൻ റെഡിയല്ലേ? ഇവിടെ ഡാൻസ് കളിക്കാൻ റെഡിയാണോ? തുടങ്ങുന്നുണ്ട് എല്ലാവരും. നല്ലൊരു കയ്യടി പാടും. കൈ ഉയർത്തി പിടിച്ചടിക്കുക. 1 2 3. നല്ലൊരു കയ്യടി പോകട്ടെ. തിരുപ്പള്ളിപ്പുകളിൽ കുളിനാണ്. തിരുപ്പള്ളിപ്പുകളിൽ കുളിനാണ്. പള്ളിപ്പുകളെ കുളിനാണ്. പള്ളിപ്പുകളെ കുളിനാണ്. അവോധാവന പാടില്ലേ? അവോധാവാനോ നല്ലൊരു കൈയടി. 2 കൈ ഉയർത്തി പിടിച്ച് കൈയടിക്കാം. എല്ലാവരും 2 കൈ ഉയർത്തി പിടിക്കും. എല്ലാവരും 2 കൈ ഉയർത്തി പിടിക്കും.
അതിന് പൊന്നാട നൽകുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ചേർന്നുകൊണ്ടാണ് അതിന് പൊന്നാട അണിയിക്കുന്നത്. ഈ നാടിന്റെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നു നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ അതുൽ നറുകര. പൊന്നമ്മ പാട്ടിട്ടാലേ പൂമാതെ പൊന്നമ്മ പാട്ടിട്ടാലേ കരയുന്ന കുഞ്ഞുമണിഞ്ഞുറങ്ങും, കരയുന്ന കുഞ്ഞുമണിഞ്ഞുറങ്ങും. പൊത്തില് പാമ്പ് തല മടക്കും, പൊത്തില് പാമ്പ് തല മടക്കും. മാറില്ല മങ്കക്ക് മാനുണ്ടാവോ, മാറില്ല മങ്കക്ക് മാനുണ്ടാവോ. കൊടമാടക്കാരിൽ കണ്ണും നേടുവീ വെണ്ണെ, നല്ല പാലങ്കൂല മുടിമാടി കെട്ടി വെണ്ണെ. മടത്തിൻ ചേതിരിലൊരു ചെന്നീരിക്കീണപ്പം, മനത്തെ അമ്പീലി നാണി ചോളിച്ചു നിൽക്കും. നീ പാടുപൂമാതെ, 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 പൂമാതെ പൊന്നം. തുടങ്ങാം. പുതിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറെ പാട്ടുകൾ വളരെ ഭംഗിയായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലെങ്കിൽ സിനിമയിലൊക്കെ ഒരു 10 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും 1, 2, 3 സിനിമകളിലൊക്കെ ഒരു ഫോക്ക് സോങ് വരിക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ അല്ലെങ്കിൽ വേറൊരാള് എന്തായാലും പുതിയ കാലഘട്ടത്തിൽ നാടൻ പാട്ട് കലാകാരന്മാർക്ക് വലിയ വേദികളും അതുപോലെ തന്നെ സിനിമകളും കിട്ടുക എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മനുഷ്യരാണ് ഞാൻ. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഫോക്ലോറിസ്റ്റ്, ഞാനൊരു ഗവേഷക വിദ്യാർത്ഥിയാണ്, PhD സ്കോളറാണ്. ഒരു ഫോക്ലോറിസ്റ്റ് എഴുതി വെച്ചിട്ടുള്ള ഒരു വാക്കുണ്ട്, ലോകത്തെല്ലായിടത്തും അത്തരത്തിലുള്ള മനുഷ്യരുണ്ട്, ലോകത്തെല്ലായിടത്തും അത്തരത്തിലുള്ള മനുഷ്യരുണ്ട്. പക്ഷെ അവരുടെ വേരുകൾ നിങ്ങൾ എത്ര അന്വേഷിച്ചു കഴിഞ്ഞാലും കണ്ടെത്താൻ കഴിയൂല. ലോകത്തെല്ലായിടത്തും അവരുടെ പാട്ടുകളുണ്ട്, പക്ഷെ ആ പാട്ട് വന്ന ഉറവിടം, ആ വഴിയൊന്നും എത്ര അന്വേഷിച്ചു കഴിഞ്ഞാലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പേരുകൾ നഷ്ടപ്പെട്ടു പോകുന്ന, ഇടങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന കുറെ നാടൻ പാട്ടുകാരുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ. വളരെ ഭംഗിയായി പാടുന്ന, വളരെ ഭംഗിയായി എഴുതുന്ന കുറെ മനുഷ്യര്, പക്ഷെ അത് യഥാർത്ഥ ചിത്രത്തിലേക്ക് വരുമ്പോൾ അവരുടെ പേരുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരും ഏറ്റെടുത്ത പാട്ടുകളിലൊന്നാണ് സത്യൻ കോമല്ലൂരും മധു മുണ്ടകവും വളരെ ഭംഗിയായി ചിട്ടപ്പെടുത്തിയ പാട്ടിലൊന്നാണ്. ഏതാ പാട്ട് എന്നറിയോ? ഏതാ പാട്ട്? പാലോമ്പോലം അല്ല, അത് വേറൊരാളാണ്. അതാരാ പാടിയത്? അത് പറയുന്നല്ല, അതാരാ പാടിയത്? മലപ്പുറം ജില്ലക്കാരൻ ആരാ? അപ്പൊ എങ്ങനെയാ കാട്ടണേ? കണ്ടില്ലേ, ജിതേഷ് ഏട്ടൻ. അങ്ങനെയാണ്, പാട്ടെല്ലാവർക്കും അറിയാം, പാട്ടുകാരൻ അറിയില്ല. സത്യൻ കോമല്ലൂരും മധു മുണ്ടകവും വളരെ ഭംഗിയായി ചിട്ടപ്പെടുത്തിയ താരക പെണ്ണാളെ എന്നുള്ള പാട്ടിലേക്ക് പോവാം. റെഡിയല്ലേ? നല്ലൊരു കയ്യടി ആയിക്കോട്ടെ, ഉഷാറായിട്ട്. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ, തമ്പുരാനത്തിടും തമ്പുരാനത്തിടും മുമ്പേ കരിങ്കാരൻ കോര പറിച്ചാട്ടേ. തുടങ്ങല്ലേ? താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ, തമ്പുരാനത്തിടും മുമ്പേ കരിങ്കാരൻ കോര പറിച്ചാട്ടേ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ, തമ്പുരാനത്തിടും മുമ്പേ കരിങ്കാരൻ കോര പറിച്ചാട്ടേ. തക തക താത്തിയും തക തൈതാര, തകതിരും തക തൈതാര, താത്തിരും തക തകതിരും തക താരതിരും തക തൈതാര, താത്തിരും തക തൈതാര, തകതിരും തക തൈതാര, താത്തിരും തക തകതിരും തക താരതിരും തക തൈതാര. എല്ലാവരും കേട്ടോ, നല്ലൊരു കയ്യടി പോരാട്ടോ. വെറ്റുമതിന്നോളെ തത്ത ചുണ്ടുള്ളവ മുറുക്കേ, അന്തിക്കൊരുത്തി മുറുക്കി പെരുത്തവൾ വീണത് ജറ്റിലാണ്. വെറ്റുമതിന്നോളെ തത്ത ചുണ്ടുള്ളവ മുറുക്കേ, അന്തിക്കൊരുത്തി മുറുക്കി പെരുത്തവൾ വീണത് ജറ്റിലാണ്. തകതകതാത്തിരും തക തൈതാര, തകതിരും തക തൈതാര, താത്തിരും തക തകതിരും തക താരതിരും തക തൈതാര, താത്തിരും തക തൈതാര, തകതിരും തക തൈതാര, താത്തിരും തക തകതിരും തക താരതിരും തക തൈതാര.
കൂരയിലയ്യോ കരിന്തിരി കത്തലാണേ ആടുന്നതൊന്നുമല്ല താരം മിന്നമിനുന്നുമല്ല അച്ചിറമ്പത്തൊരു കൂരയിലയ്യോ കരിന്തിരി കത്തലാണേ തകതകതാത്തിനും തകതൈതാര തകതിനും തകതൈതാര താത്തിനും തക തകതിനും തക താരതിനും തകതൈതാര താത്തിനും തകതൈതാര തകതിനും തകതൈതാര താത്തിനും തക തകതിനും തക താരതിനും തകതൈതാര പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനത്തിടും മുമ്പേ കരിങ്കറി കോര പറിച്ചാട്ടേ താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനത്തിടും മുമ്പേ കരിങ്കറി കോര പറിച്ചാട്ടേ തക തക താത്തിനും തക ചെയ്താര തകതിനും തക ചെയ്താര താത്തിനും തക തകതിനും തക തകതിനും തക ചെയ്താര തക താത്തിനും തക ചെയ്താര തകതിനും തക ചെയ്താര താത്തിനും തക തകതിനും തക തകതിനും തക ചെയ്താര കോറസ് പങ്കെടു നിങ്ങൾ പാടാം റെഡി ആ പാട്ട് പറ്റൂല കേട്ടോ അത് മിമിക്രിക്ക് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ചെയ്യും ഉറക്കെ പാടാം മാർക്കിടാൻ ആരുമില്ല ജഡ്ജസ് ഒന്നുമില്ല ഇവിടെ ഒരു പ്രശ്നമില്ല ഉറക്കെ പോയി പോയി ആദ്യത്തെ അതേ പവർ വേണം റെഡിയല്ലേ റെഡി റെഡിയല്ലേ രണ്ട് കൈ ഉയർത്തി പിടിച്ചേ പെണ്ണാളേ അതിയാടും നീയാളേ തമ്പുരാനത്തിടും മുമ്പേ കരിങ്കറി മോര പറിച്ചാട്ടേ നാരക പെണ്ണാളേ അതിയാടും നീയാളേ തമ്പുരാനത്തിടും മുമ്പേ കരിങ്കറി മോര പറിച്ചാട്ടേ തക തക താത്തിനും തക ചെയ്താര തകതിനും തക ചെയ്താര താത്തിനും തക തകതിനും തക താരതിനും തക ചെയ്താര താത്തിനും തക ചെയ്താര തകതിനും തക ചെയ്താര താത്തിനും തക തകതിനും തക താരതിനും തക ചെയ്താര താത്തിനും തക ചെയ്താര തകതിനും തക ചെയ്താര താത്തിനും തക തകതിനും തക താരതിനും തക ചെയ്താര താത്തിനും തക ചെയ്താര തകതിനും തക ചെയ്താര താത്തിനും തക തകതിനും തക താരാതിനും തക ചെയ്താര. ഒരുപാട് സന്തോഷം. നമ്മുടെ കൂട്ടുകാരെല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ ഓഫ് ഫോക്കിന്റെ പ്രൊഫഷനും കൂട്ടുകാരൊക്കെ അവരെയും കൂടി ഈ അവസരത്തിൽ പരിചയപ്പെടുത്തട്ടെ. എന്തായാലും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. നമ്മളെ ഏറ്റെടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി ഏറെ സ്നേഹവും സന്തോഷവും അറിയിച്ചിട്ട് നിർത്തിട്ട് എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം. അങ്ങനെ ഇലവിരിഞ്ഞാടണ പാൽ കവുങ്ങേ ആ പാൽ കവുങ്ങിൻ തല പൂത്ത പിന്നെ ആ പൂവൊന്നും നമ്മൾ കണ്ടില്ല. അതുൽ നറുകരയുടെ ഒരു സ്റ്റണ്ണിങ് പെർഫോമൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അടിപൊളി പെർഫോമൻസ് ആണ്, അടിപൊളി എനർജറ്റിക് പെർഫോമൻസ്. കൂടെ തന്നെ നമ്മുടെ കാണികളെ അദ്ദേഹം കൊണ്ടുപോയി കേട്ടോ. പിന്നെ കതിർ നാടൻ പാട്ട് സംഘം കട്ടയ്ക്കൊപ്പം ഉണ്ടായിരുന്നേ. ഇവരുടെ കതിരിൻ്റെ പാട്ട് ഇതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വലിയൊരു ഫാനാണ്. ഈ നാടൻ പാട്ട് കേൾക്കുക, അതിൻ്റെ കൂടെ ആസ്വദിക്കുക, നമ്മൾ കൂടെ പാടുക, കളിക്കുക, അതൊരു പ്രത്യേക വൈബുള്ള സംഭവങ്ങളാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ സമ്മാനദാനമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള പെർഫോമൻസും കൂടെ കാണണം. കതിരിൻ്റെ പാട്ട് ഇനിയുണ്ട്. പിന്നെ നമുക്കിനി നമ്മുടെ ഗസ്റ്റ് ഇനി വരാനുണ്ട്.
ഓക്കെ, അപ്പോൾ ആ പെർഫോമൻസൊക്കെ നമുക്കിനി കാണാം കേട്ടോ. നമസ്കാരം എല്ലാവർക്കും. ഈ പാണ്ടിക്കാടിൻ്റെ പാരമ്പര്യത്തെ ശരിക്കും നെഞ്ചിലേറ്റിയ നിങ്ങളാണ് ഇന്നത്തെ കലാകാരന്മാർ. ഞങ്ങൾ വെറും പ്രകടനം ചെയ്യുന്നവർ മാത്രമാണ്. തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങളായി നമ്മൾ ഇത്ര ജനനിബിഡമായ ഒരു വേദിയെ അല്ലെങ്കിൽ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി കൊതിക്കുന്നത്. നിങ്ങൾ ഒരുപാട് നേരമായി കയ്യടിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറയണില്ല. ഇനി കയ്യടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയ്യടിച്ചാൽ മതി. കാരണം അതാണ് കാരണം ഇത് ഒരു കലാപ്രകടനമോ ഒരു പരിപാടിയോ മാത്രമല്ല, അശരണരായിട്ടുള്ള ഒരുപാട് ആളുകളെ സഹായിക്കാൻ സന്മനസ്സുള്ള പാണ്ടിക്കാടിൻ്റെ നല്ല മനസ്സുള്ളവരുടെ ഒരുപാട് കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞ ഒരു പ്രോഗ്രാമാണ്. അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സിഗ്നേച്ചറുള്ള ഇന്ന് ഈ ഫ്ലോറിൽ വരാൻ സാധിച്ചതിൽ ദൈവത്തിനോട് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. സുന്ദരമാം കണ്ണോടെ സുഖം ഉടയരകേ ചെക്കൻ എന്ന സിനിമയിലെ പാട്ട് പാടിയ മണികണ്ഠേട്ടനാണ് ഇപ്പോൾ പാടിയത്. അവരുടെ ആ പാട്ടിന് ശേഷം അവരെ നമ്മുടെ പാണ്ടിക്കാട് പഞ്ചായത്തും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കൂടെ ആദരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും ആദരവ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോപ്പേറും ചോര ചിന്തിയ താജുൽ അക്ബാർ മാപ്പിള മലബാർ ചോപ്പേറും ചോര ചിന്തിയ താജുൽ അക്ബാർ മാപ്പിള മലബാർ തോപ്പുകൾ വിളയാടി തേക്കും സന്താനുമാടി ജാഫാം കറുത്ത മുത്ത് തേടി സായിപ്പന്മാര് മാപ്പിള മലബാറ് മാപ്പിള മലബാറ് കതിരിൻ്റെ പെർഫോമൻസ് അവിടെ തകർത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രോഗ്രാം മുഴുവനും കാണാൻ നിന്നിട്ടൊന്നുമില്ല. കാരണം ശിവയ്ക്കൊക്കെ ഉറക്കം വന്നു. 12:30 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത് കേട്ടോ. അപ്പോൾ അതുവരെയുള്ള പ്രോഗ്രാംസാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ, താങ്ക് യു.